നമസ്കാരം. കല്ലമ്പലത്ത് നിന്ന് വർക്കലേക്ക് പോകുന്ന വഴി ഒരു 4.5 കിലോമീറ്റർ ദൂരത്തിൽ പാലച്ചിറ തടം വലതുഭാഗത്തായി ഒരു ഗംഭീര ഹോട്ടൽ പുതുതായി ആരംഭിച്ചിട്ടുണ്ട്. ശ്രീ വിനായക ഭവൻ. വെജിറ്റേറിയൻ ആണ്. ഒരുപാട് പ്രത്യേകതകളുള്ള രുചികരമായ ആഹാരം ലഭിക്കുന്ന ഒരു ഹോട്ടലാണ് എന്നാണ് ഞങ്ങൾ കേട്ടറിഞ്ഞു വന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് അറിയാം, മനസ്സിലാക്കാം. നമുക്ക് ഭക്ഷണം കഴിച്ചിറങ്ങി ഏതെങ്കിലും ഒരു കുടുംബത്തെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സാറേ നമസ്കാരം. ഫുഡ് കഴിച്ചിട്ട് വരുവാണോ? ആ ഒരു സന്തോഷം മുഖത്തുണ്ട്. സാറേ ഈ മൈക്ക് ഒന്ന് കുത്തിക്കോട്ടെ, വിത്ത് യുവർ പെർമിഷൻ. സാറിന്റെ പേര്? എൻ്റെ പേര് തുളസീധരൻ. സ്ഥലം എവിടാണോ? ഞാൻ വർക്കലയാണ്. വർക്കലക്കാരനാണ്. അതെ അല്ലേ, മൈതാനക്കാരാണ്. അതെ. ഇവിടെ ഈ ഒരു ഹോട്ടലില് ഇതിന്റെ പേര് കേട്ടിട്ട് വന്നതാണോ അതോ വഴി ഇങ്ങനെ പോയപ്പോ കയറിയതാണോ? പാർക്കിംഗ് ഏരിയ, ഒന്നാമത് വിസിബിലിറ്റി, ഏത് സൈഡിൽ കൂടെ വന്നാലും ഈ റോഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഇത് കാണാം. പിന്നെ ഇതിനെല്ലാം പുറമെ ഈ ഹോട്ടലിന്റെ ഒരു കൺസ്ട്രക്ഷൻ, ഈ ഓപ്പൺ ഏരിയ, ഇത് നമ്മുടെ നാട്ടില് ആദ്യത്തെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ കിച്ചൺ ഓപ്പൺ ആയിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് കിച്ചന്റെ ഫുൾ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൊണ്ട് ഇതൊരു നല്ല ഒരു സംരംഭമായി തോന്നി. കൂടാതെ വർക്കലയിൽ ആദ്യമായിട്ട് ഒരു ടെന്നീസ് ക്ലബ്ബ് കോച്ചിങ് സെന്റർ തുടങ്ങുന്നു. അപ്പോ അതിൽ തന്നെ കുറെ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനുള്ള എല്ലാവിധമായ സൗകര്യങ്ങളുണ്ട്. പിന്നെ രുചികരമായ ഭക്ഷണമാണ് പ്രധാനം. തീർച്ചയായിട്ടും. പിന്നെ ഫാമിലിക്ക് വന്നിരുന്ന് കഴിക്കാൻ ഇത്രയും സൗകര്യമായ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് വർക്കലയില് ഇല്ല, കുറവാണ്. അതല്ലേ? അപ്പം തീർച്ചയായിട്ടും നല്ല കാറ്റ്, നല്ല വെളിച്ചം, അപ്പൊ അതൊക്കെ കൊണ്ട് ഇതൊരു നല്ല ഒരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ എൻജോയ് ചെയ്തു. മാഡം എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ഭക്ഷണമാണ്. നല്ല ഭക്ഷണം. അപ്പൊ ഇനി ഇവിടെ ലഞ്ച്, വൈകിട്ട് ചായയൊക്കെ ഇങ്ങനെ വന്ന് കഴിക്കാറുണ്ട്. അതല്ലേ? അപ്പൊ നല്ല ഫുഡാണ്. ധൈര്യമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു റെഗുലർ കസ്റ്റമേഴ്സ് ആണ്. മാത്രമല്ല, നമ്മളിപ്പോ നാട്ടില് ഒരു റിട്ടയർഡ് ലൈഫായി കഴിയുമ്പോൾ വീട്ടിൽ ഭക്ഷണം വെപ്പ് വളരെ കുറവാണ്. അപ്പൊ നമ്മള് വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണ്. അതെ. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകുന്ന വഴിക്കാണ്. അതിന് പ്രത്യേകമായിട്ട് നമുക്കൊരു ഇത് വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാം കൊണ്ട് നമുക്ക് സൗകര്യമായിട്ട് തോന്നുന്നു. ശ്രീ വിനായക ഭവന് എല്ലാവിധമായ ഉയർച്ചയും. സാർ, ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? അതെ. ഈ ഭക്ഷണപ്രിയർക്ക് അറിയേണ്ട മറ്റൊരു കാര്യം, വില നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണോ? ഇല്ല ഇല്ല ഇല്ല. വില മറ്റേ സാധാ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭക്ഷണത്തിന്റെ സാധാരണക്കാർക്ക് വരാം. തീർച്ചയായും. ചായയൊക്കെ നല്ല ചായയാണ്. ചേച്ചി ചായയുടെ വലിയ ആസ്വാദകയാണ്. ശരി സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ശരി ശരി. ഓക്കെ. വിപ്ലവം അടുക്കളയിൽ നിന്ന് ആരംഭിക്കണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അടുക്കളയുടെ ശുചിത്വം ഹോട്ടലുകളിൽ പരമപ്രധാനമാണ്. ഇവിടെ നമുക്കെല്ലാം കാണാം, ആഹാരം കഴിക്കുന്നവർക്ക് കാണാം, ഇവിടെ ഉണ്ടാക്കുന്നത്, ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം വളരെ വൃത്തിയോടുകൂടി ശുദ്ധ
ഏത് സമയത്തും നമ്മൾ ചായ കുടിക്കും. എല്ലായിടത്തും കടികളും കിട്ടും. ഒരു ചായയും കടിയും കുടിച്ചു നോക്കാം. ചേട്ടാ, ഒരു ചായ നല്ല കടുപ്പത്തില്, മധുരം വേണ്ട. ഇതെന്താ കടി? ഇത് കിഴങ്ങ് ബജി അടിച്ചു നോക്കാം. തിന്നോട്ടെ. ഉരുളക്കിഴങ്ങ്, ആലു 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 പോലെ. സൂപ്പർ ടേസ്റ്റാണ്. വർക്കലോട്ട് പോകുന്ന വഴി ഇവിടെ ഇറങ്ങി ഒരു സ്നാക്സ് കഴിക്കണം. ചായ കുടിച്ചു നോക്കട്ടെ. ചേട്ടാ, ഫ്രഷ് മിൽക്കാണോ? ചായ കൊള്ളാം. ഒരു ചേട്ടൻ ചായ പിടിക്കുന്നു, ചോദിക്കാം. ചേട്ടന് മൈക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചായയെ കുറിച്ച് ചോദിക്കാം. ചേട്ടാ, സ്ഥിരമായിട്ട് ഇവിടെ ചായ പിടിക്കുന്നത്? ഇവിടെ തന്നെ പിടിക്കുന്നത്. എങ്ങനെയുണ്ട് ചായ? നല്ല ചായയാണ്. നല്ല ചായ. കടിയൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ആൾക്കാരോട് പറയാം. ഹോട്ടൽ പുതുതായിട്ട് ഹോട്ടൽ തുടങ്ങിയ ഹോട്ടല്. ചേട്ടൻ പേരെന്താ? ജൗഹർദീൻ. നമ്മളേ ഓക്കെ, കറക്റ്റ് ആണ്. ഇല്ലെന്നുണ്ടെങ്കിലേ ആൾക്കാർ പറയുന്നുണ്ടോ ചേട്ടന്റെ കയ്യിലും വെജിറ്റേറിയൻ അതിൽ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇനി സാറ് ഇനി വരും? അതെ അല്ലേ. ആഹാരപ്രിയർക്ക് ശുദ്ധമായ ആഹാരം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വർക്കല ദേവകുമാർ സാറ് സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് ഇത് നടത്തുന്നത്. നമുക്ക് സാറോട് തന്നെ ചോദിക്കാം. സാർ, ഈ ഒരു ഹോട്ടൽ മേഖലയിലേക്ക് വരാൻ എന്താണ് കാരണം? ശുദ്ധമായ ഭക്ഷണം. എൻ്റെ മകനും അവൻ്റെ സുഹൃത്തുക്കളും. എൻ്റെ മകൻ നല്ലൊരു ഭക്ഷണപ്രിയനാണ്. അപ്പം ശുദ്ധമായ ഭക്ഷണം എവിടെ കിട്ടുമോ അതൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആലോചന വന്ന് അവൻ്റെ സുഹൃത്ത് ശ്രീ അജയൻ എന്നാണ്. അദ്ദേഹത്തിന് ഈ ടെന്നീസ് കോർട്ടിനോട് ഭയങ്കര താല്പര്യമാണ്, ടെന്നീസിനോട്. അപ്പൊ അവരിങ്ങനെ കൂടി ആലോചിച്ച് അദ്ദേഹത്തിന്റെയും പിന്നെ ഒരു രാജേഷ് എന്നുള്ള രണ്ടും കൂടെ അഭിപ്രായത്തിൽ തുടങ്ങിയെന്ന് വെച്ചാല് ഇവരെ ഇതിലേക്ക് ആകർഷിച്ചു. ഇവർക്കൊന്നും ഇതിന് ഒരു പരിചയമില്ല ഹോട്ടൽ മേഖലയിൽ. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ അഭിപ്രായം കൊണ്ട് നമ്മൾ തുടങ്ങി ശുദ്ധമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ തോന്നുള്ളൂ. പിന്നെ നല്ലൊരു ആംബിയൻസ് അതാണ് നമ്മള് പ്രധാനമായിട്ട് ആകർഷിക്കേണ്ടത്. ഞങ്ങൾ തന്നെ ഇപ്പൊ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്കും നല്ലൊരു ആംബിയൻസ് അവിടെ കയറും. അറിഞ്ഞോ അറിയാതെ അവിടെ കയറുന്നത്. അതുപോലെ ഒരു അവസ്ഥ വർക്കലയിൽ ഉണ്ടാക്കിയിരുന്നു. ഇതുപോലെ ഒരു ആംബിയൻസ് ഉള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ഇവിടെ ഇല്ല. വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട്, നല്ല ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷെ ഇതുപോലൊരു ആംബിയൻസിൽ ഇല്ല. അപ്പൊ നമുക്ക് റോഡിൽ പോകുന്നവർക്ക് എന്തായാലും നല്ലൊരു ഇംപ്രഷൻ കിട്ടും. ഇതെ കാണുമ്പോഴത്തേക്ക് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കയറും. പിന്നെ നമ്മൾ ഒരു കാരണവശാലും കൃത്രിമമായ ഒരു ഭക്ഷണ ഇൻഗ്രീഡിയൻസ് ഇടില്ല. നാച്ചുറൽ. ഈ കിച്ചൺ ഒക്കെ ഓപ്പൺ ആണ്. തീർച്ചയായിട്ടും ആർക്കും ആഹാരം കഴിക്കുന്നവർക്ക് ഒന്ന് കാണാവുന്നേ ഉള്ളൂ. പക്ഷെ അപ്പോഴും നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് കാണണം, എല്ലാവരും കാണണം. പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ ശുദ്ധി, നമ്മുടെ പരിസരത്തിനുള്ള ശുദ്ധി, ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഒരിക്കലും വന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് വീണ്ടും വരാൻ തോന്നും. അപ്പൊ അതിപ്പോ നമ്മളുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുന്നത്. ഞാനും പോകുമ്പോഴത്തേക്ക് എനിക്ക് പറ്റണം നല്ലൊരു ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിയാൽ വീണ്ടും നമ്മൾ ആ വഴി പോകുമ്പോൾ കയറും. തീർച്ചയായും അതുപോലെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. എന്റെ മകനും അവന്റെ സുഹൃത്തുക്കളും വളരെയേറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ഇതിന് നല്ല രീതിയിൽ പോകണം. ആൾക്കാരുടെ നല്ലൊരു അഭിപ്രായം കിട്ടുന്നുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു സ്വയം ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. ഇനിയും നന്നാക്കണം. സംതൃപ്തി ഉണ്ട്.
തീർച്ചയായിട്ടും മമ്മൂട്ടി പറയാറുണ്ട് പിന്നെ ആഹാരമാണ് ഏറ്റവും നല്ല മരുന്ന്. നല്ല ആഹാരം കഴിച്ചില്ലെങ്കിൽ മരുന്നുകൾ ആഹാരത്തിന് പകരം കഴിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ പോളിസി. തീർച്ചയായിട്ടും നമുക്ക് അതാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ജീവിത വീക്ഷണത്തിന്റെ ഭാഗമാണ്. അതെ അതെ, ജീവിത വീക്ഷണത്തിന്റെ ഭാഗമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള ഒരു അനുഭവം നമുക്ക് കിട്ടണം, ആൾക്കാരിൽ നിന്ന് നല്ലൊരു അഭിപ്രായം കിട്ടണം, അതിലൂടെ ഒരു സംതൃപ്തി. ശരി, അപ്പോ സന്തോഷം. താങ്ക് യു വെരി മച്ച്. Okay. താങ്ക് യു സോ മച്ച്. ഒരു കുടുംബം വൈകുന്നേരം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് ചോദിക്കാം. മൈക്കെന്റെ കയ്യിലുണ്ട്. മേഡം ഏകദേശം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് മേഡം ഫുഡ്? ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡാണ്, നല്ല അടിപൊളി ഫുഡാണ്. നമ്മൾ ഇടക്കൊക്കെ വന്ന് കഴിക്കാറുണ്ട്. അതെ അല്ലേ? അതെ, പ്യൂർ വെജിറ്റേറിയൻ ആഹാരമാണ്, പക്ഷെ നമുക്ക് ടേസ്റ്റോട് കൂടി കഴിക്കാം. കുട്ടികൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ? കുട്ടികൾക്ക് ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെ. നല്ല ചൂടുള്ള ഫുഡാണ്, നമ്മൾ ഇടക്കൊക്കെ വന്ന് കഴിക്കാറുണ്ട്. അടിപൊളി ഫുഡ്. ആഹാരം കഴിച്ചവരുടെ അഭിപ്രായമൊക്കെ നമ്മൾ അറിഞ്ഞു. നമുക്ക് ഒന്ന് രുചിച്ചു നോക്കാം. ശ്രീകാന്ത് എനിക്ക് വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സ്പെഷ്യൽ ആണെന്ന് ശ്രീകാന്ത് പറഞ്ഞത്. എന്തായാലും കഴിച്ചു നോക്കാം. സൂപ്പർ. ഒരു നോർമലായ ഒരു കട്ട്ലറ്റിന് ടേസ്റ്റ് അല്ല, ഡിഫറെൻറ്റ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്ന കട്ട്ലറ്റാണ്. നമ്മളൊരു പിന്നെന്താ പറഞ്ഞാൽ നമ്മൾ ബൺ പൊറോട്ട, നൂൽ പൊറോട്ട തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് രുചിച്ച് നോക്കാം. ഇത് ബൺ പൊറോട്ട, ഇത് നൂൽ പൊറോട്ട. ഇത്ര ഞാൻ കഴിക്കാനല്ല കേട്ടോ, എൻ്റെ കൂടെ അമ്പാടിയുണ്ട്, അയാൾക്കൂടെ വേണ്ടിയിട്ടാണ്. പക്ഷെ അയാളാണ് ക്യാമറ ചെയ്യുന്നത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇതിൽ ബൺ പൊറോട്ട നമ്മൾ എല്ലാം ഒരുമിച്ച് ടേസ്റ്റ് കഴിഞ്ഞ് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റത്തില്ല. കഴിച്ചത് സൂപ്പറാണ്. ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഐറ്റം പനീർ ലാവ പൊറോട്ട ഇതേ കൊണ്ടുവന്നു. ഇതെല്ലാം നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല, ടേസ്റ്റ് ചെയ്തു. ഞാൻ സത്യം പറയാം, വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഹൃദയപൂർവ്വം പറയുകയാണ്, ഗംഭീരമായിട്ടുണ്ട്. നിങ്ങൾ വരിക, കഴിക്കുക, ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി.